ഹലോ ഗായ്സ്, ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കേബേജും ക്യാരറ്റും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചെറിയ പീസ് മുളക്, അതുപോലെ മല്ലിയില. പിന്നെ വേണ്ടത് ജസ്റ്റ് ഉപ്പും മഞ്ഞളും മാത്രം ഇട്ട് വേവിച്ച ബീഫാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. പിന്നെ വേണ്ടത് വേവിച്ച് ഉടച്ചെടുത്ത കിഴങ്ങും കൂടെയാണ് കേട്ടോ. ഓയിൽ വെച്ചതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല എല്ലാം ചേർത്ത് കൊടുക്കുക. ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം തക്കാളി, ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കേബേജ്, ക്യാരറ്റ് എന്നിവ കൂടെ ചേർക്കാം. കേബേജും ക്യാരറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കുക. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് മല്ലിയിലൂടെ ചേർക്കാം. പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ മൈദയിൽ ജസ്റ്റ് മുക്കിയെടുക്കണം. അതിനുശേഷം മുട്ടയിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുത്തിട്ട് അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.